മലങ്കര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മറ്റ് ലക്കങ്ങളിലെ പോലെ തന്നെ ഈ ലക്കവും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഇവിടെ ആയിരിക്കുന്നത് ഏറെ പ്രിയബഹുമാനപ്പെട്ട കുര്യാക്കോസ് തടത്തിലച്ഛനാണ്. അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് ഏറെ ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളുടെ ഒരു ഘടനയും അതിൻ്റെ ഭാഗങ്ങളും അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ അച്ഛ, നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? സുറിയാനിക്കാരുടെ പള്ളി ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് ക്രൈസ്തവ സഭ ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ട് യഹൂദ സഭയിൽ ഉണ്ടായിരുന്ന അനുഷ്ഠാനങ്ങൾക്ക് പുതിയ ഒരു ഭാവം, മുഖം, ക്രിസ്തീയത നൽകിയാണ് അത് വന്നത്. അതുകൊണ്ടാണ് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയിൽ സുറിയാനിക്കാർ പള്ളി ക്രമീകരിച്ചിരിക്കുന്നു. യഹൂദന്മാരുടെ പ്രാർത്ഥന രീതിയിൽ 7 സെറ്റ് ടൈംസ് ഓഫ് പ്രെയർ, 7 യാമങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാർ എങ്ങനെ അനുഷ്ഠിച്ചോ അത് മിശിഹ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചുകൂടെ ക്രിസ്തീയമായ രീതിയിൽ അതിനൊരു മുഖം നൽകി പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കടന്നു പോകും. അതുതന്നെയാണ് പെസഹായിലും. പെസഹ, യഹൂദന്മാരുടെ പെസഹ ആചരണത്തിൻ്റെ കുഞ്ഞാടിനെ മാറ്റി പുതിയ കുഞ്ഞാട്, ജീവ കുഞ്ഞാട്, സത്യപെസഹ ആഘോഷിച്ചു. അങ്ങനെ ഒരു മാർജിങ് ഈ ക്രൈസ്തവ സഭയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയിൽ ആണ് നമ്മുടെ പള്ളി ക്രമീകരിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിന് 4 ഭാഗങ്ങളാണ്. ഒന്ന് പുറത്തെ പ്രാകാരം, രണ്ടാമത്തേത് അകത്തെ പ്രാകാരം, മൂന്നാമത്തേത് ശുദ്ധസ്ഥലം, നാലാമത്തേത് അതിവിശുദ്ധ സ്ഥലം. പുറത്തെ പ്രാകാരത്തിൻ്റെ സ്ഥലത്താണ് നമ്മുടെ പള്ളിയുടെ മോണ്ടളം അല്ലെങ്കിൽ പോർച്ച് എന്ന് പറയുന്നത്. അകത്തെ പ്രാകാരത്തിൻ്റെ സ്ഥാനത്താണ് സുറിയാനിക്കാരൻ്റെ പള്ളിയുടെ ഹൈക്കല, വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം. ശുദ്ധസ്ഥലത്തിൻ്റെ സ്ഥലത്താണ് നമ്മുടെ കിസ്ത്രൂമ, വൈദിക സ്ഥാനികൾ നിൽക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഭാഗത്താണ് മത്ബഹ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തെ പ്രാകാരത്തിലെ യഹൂദന്മാരുടെ ദേവാലയത്തിൻ്റെ പുറത്തെ പ്രാകാരങ്ങളിലെ യഹൂദനല്ലാത്തവർ വിജാതീയരായിട്ടുള്ള നിന്നിരുന്നത്, പ്രത്യേകിച്ച് യഹൂദനാകാൻ ഉള്ള താല്പര്യത്തോടുകൂടി അവിടുത്തെ പ്രാർത്ഥനകളിൽ സംബന്ധിക്കാൻ ആദ്യപടിയായി വന്നിരുന്നു. ആദിമസഭയിലും അങ്ങനെയായിരുന്നു. കാറ്റക്യൂമൻസ്, ക്രിസ്ത്യാനിയാകാൻ വേണ്ടി വരുന്നയാൾ വചന ശുശ്രൂഷ കേൾക്കുവാൻ വേണ്ടി ദൈവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കാതെ മോണ്ടളത്തിൽ നിന്ന് ഇത് കേൾക്കുന്നു. അകത്തെ പ്രാകാരം യഹൂദന്മാരുടെ എന്ന് പറയുന്നത് യഹൂദനായിട്ടുള്ള ആൾക്കാർ, യഹൂദ സഭയിൽപ്പെട്ട ആൾക്കാർ നിൽക്കുന്ന സ്ഥലമാണ്. അതിന് ഹൈക്കൽ എന്നാണ് അവർ പറയുന്നത്, അകത്തെ പ്രാകാരം. അതുപോലെ തന്നെയാണ് സുറിയാനിക്കാരൻ്റെ പള്ളിയിൽ വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഹൈക്കല എന്നാണ്. ഹൈക്കല എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കാണ്. ഹൈക്കല വന്നിരിക്കുന്ന ഹൈമോനൂസോ, വിശ്വാസം. ആ വിശ്വാസം എന്ന ഹൈക്കല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം എന്നാണ്. പിന്നീട് മൂന്നാമത്തെ സ്ഥലമാണ് ശുദ്ധസ്ഥലം. ജെറുസലേം ദേവാലയത്തിൽ ശുദ്ധസ്ഥലത്താണ് ബലിപീഠം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് മൃഗങ്ങളെയും പക്ഷികളെയും ബലി കഴിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഈ ശുദ്ധസ്ഥലം എന്ന് പറയുന്ന വൈദിക സ്ഥാനികൾ നിൽക്കുന്ന സ്ഥലമായിട്ടും നമ്മുടെ യാമനമസ്കാരം, അതുപോലെ തന്നെ മറ്റ് ചില പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടത്താൻ വേണ്ടി ക്രമീകരിച്ചു. ഇനിയും അതിവിശുദ്ധ സ്ഥലത്താണ് മത്ബഹ, പുതിയ നിയമസഭയിലെ പള്ളിയുടെ അതിവിശുദ്ധ സ്ഥലത്ത് ജെറുസലേം ദേവാലയത്തിൽ അതിൻ്റെ വാതിൽ അല്ലെങ്കിൽ മറ അടച്ചിട്ടിരിക്കുകയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ അകത്ത് പ്രവേശിച്ച് ധൂപാർപ്പണം നടത്തിയിരുന്നു. അവിടെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളായ അഹറോൻ്റെ തളിർത്ത വടിയും കൽപ്പനയുടെ പലകകളും മന്നായും വെച്ചിരുന്ന പേടകം ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമായിട്ട് വെച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമസഭയിൽ ബലിപീഠം മാറ്റി സ്ഥാപിച്ചു. അതായത് പഴയ നിയമസഭയിൽ, യഹൂദസഭയിൽ ശുദ്ധസ്ഥലത്ത് ബലിപീഠമായിരുന്നുവെങ്കിൽ ആ ബലിപീഠം ശുദ്ധസ്ഥലത്തു നിന്നും അതിവിശുദ്ധ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അവിടെ കർത്താവ് തിരുസാന്നിധ്യമായിട്ട്, കർത്താവ് കുർബാനയിലൂടെ എഴുന്നള്ളി വസിക്കുന്ന സ്ഥലമായിട്ട് വന്നിരിക്കും.
അപ്പോൾ യഹൂദന്മാരുടെ പള്ളിയും സുറിയാനി ക്രിസ്ത്യാനികളുടെ പള്ളിയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ശുദ്ധസ്ഥലത്തെ ബലിപീഠം അതിവിശുദ്ധ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അവിടെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതുപോലെ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നു, ബൈബിളിൽ വായിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായിട്ട് കീറി. അത് സൂചിപ്പിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനമുണ്ടായി എന്നുള്ളതിനെ സൂചിപ്പിക്കും. അതുകൊണ്ട് സുറിയാനിക്കാരുടെ പള്ളിയിൽ മറയിടുന്നത് ഈ മദ്ബഹ മുഴുവൻ മറച്ചുകൊണ്ടില്ല, നേരെ മറിച്ച് അതിൻ്റെ പകുതി മറച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മദ്ബഹ ഏത് സമയത്ത് നമുക്ക് കാണാം. പക്ഷേ ബലി അർപ്പിക്കുന്ന ബലിപീഠം മാത്രം മറയ്ക്കുവാൻ വേണ്ടിയാണ് ഈ തിരശ്ശീലയിട്ടിരിക്കുന്നത്. അത് കുർബാനയുടെ സമയത്ത്, നമസ്കാരത്തിൻ്റെ സമയത്ത് മാറ്റും, അല്ലാത്ത സമയത്ത് അടച്ചിട്ടിരിക്കുന്നു. എന്നാൽ മദ്ബഹ അതിവിശുദ്ധ സ്ഥലം നമുക്ക് വെളിവായിട്ട് കാണും. ഈ ഒരു രീതിയിലാണ് സുറിയാനിക്കാരൻ്റെ പള്ളി ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ മാതൃക ജെറുസലേം ദേവാലയത്തിലാണ്. പിന്നെ പള്ളിയുടെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിലുള്ള സ്ഥലം ദൈവാലയമാണ്. അതായത് ദൈവം സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ യൂണിവേഴ്സൽ പ്രസൻസ്, സർവ്വവ്യാപിയായ ദൈവം ഈ പള്ളി ഇരിക്കുന്ന സ്ഥലത്തുമുണ്ട്. രണ്ടാമത്തേത്, കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ 2-3 പേർ സമ്മേളിക്കുന്നവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അതൊരു വാഗ്ദാനമാണ്. ദ പ്രോമിസ്ഡ് പ്രസൻസ്. കർത്താവിൻ്റെ നാമത്തിൽ 2-3 പേർ സമ്മേളിക്കുമ്പോൾ യേശുക്രിസ്തുവോടെ സന്നിഹിതനാണ്. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസികൾ സമ്മേളിക്കുന്ന സ്ഥലം എക്ലേസിയ ആണ് പള്ളി. അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരമുള്ള പ്രോമിസ്ഡ് പ്രസൻസ്, അവൻ്റെ വാഗ്ദത്തത്തിലുള്ള തിരുസാന്നിധ്യമുള്ള സ്ഥലം പള്ളിയാണ്. മൂന്നാമത്തത് ദ കോൺസെക്രേറ്റഡ് പ്രസൻസ്. ഈ പള്ളി കൂദാശ ചെയ്ത വഴിയായിട്ട് കൂദാശാപരമായിട്ടുള്ള ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമുള്ള സ്ഥലം. നാലാമത്തത് ദ യൂക്കറിസ്റ്റിക് പ്രസൻസ്. വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാന സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലം എന്ന രീതിയിൽ കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുള്ള സാന്നിധ്യം ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ 4 തരത്തിലുള്ള ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുള്ള ഏക സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് ദൈവാലയം. ഒരുപക്ഷെ 2 സ്ഥലം നമ്മുടെ വീട്ടിലും മറ്റ് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂണിവേഴ്സൽ പ്രസൻസ് ഉണ്ട്, നമ്മൾ പ്രാർത്ഥന കൂടിയിരിക്കുമ്പോൾ പ്രോമിസ്ഡ് പ്രസൻസ് ഉണ്ട്. പക്ഷേ യൂക്കറിസ്റ്റിക് പ്രസൻസും കോൺസെക്രേറ്റഡ് പ്രസൻസും വേറെ ഒരിടത്തുമില്ല, അത് ദൈവാലയത്തിൽ മാത്രം. അതുകൊണ്ടാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഉള്ള സ്ഥലം, ഏക സ്ഥലം ദൈവാലയമാണ്. ഓക്കെ സാർ. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക്, നമ്മുടെ അൾത്താരയിൽ മദ്ബഹായിലേക്ക് കയറുമ്പോൾ മദ്ബഹായുടെ വാതിലുകൾ മുത്തണമെന്നുള്ളൊരു ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വാതിലുകൾ മുത്തിയാണോ കയറേണ്ടത്, അല്ലെങ്കിൽ അൾത്താര മുത്തിയാണോ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? അതെല്ലാവരും സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ്. മദ്ബഹായുടെ വാതിലുകൾ എന്തിനാണ് മുത്തുന്നത്? ബലിപീഠം മുത്തിയാൽ പോരെ, ഇനി ബലിപീഠം മുത്തണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അത് ഈ ദേവാലയത്തെ സംബന്ധിച്ചും ദേവാലയ കൂദാശയെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായിട്ടുള്ള ഒരറിവും ബോധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിൽ അവരുടെ പള്ളിയുടെ പറമ്പിലേക്ക് പ്രവേശിക്കും തൊട്ട് അവർ കുരിശ് വരച്ചുണ്ടായിരുന്നു. ഇനി ജെറുസലേം ഈ എത്യോപ്യൻ ഓർത്തഡോക്സുകാരുടെ പള്ളിയിലെ വിശ്വാസികൾ ദൈവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് യോഗ്യതയോടുകൂടി വന്നിരിക്കുന്ന ആൾക്കാർ മാത്രമേ ദൈവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നുള്ളൂ. ബാക്കി വിശ്വാസികളെ ദേവാലയത്തിൻ്റെ വെളിയിൽ, ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ തലചാരിക്കൊണ്ട് ദേവാലയത്തിൽ നടത്തുന്ന പ്രാർത്ഥനയുടെ പ്രത്യുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ദേവാലയത്തെ അത്ര വിശുദ്ധമായിട്ടാണ് നമ്മൾ അത്ര ആ ഒരു ട്രഡീഷൻ കീപ്പപ്പ് ചെയ്യുന്നത്. കാരണം ഇവരിത് ചെയ്യാൻ കാരണം ഇവർക്ക് യഹൂദ പശ്ചാത്തലം കൂടുതലുള്ള ഒരു സഭയാണ് ഈ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ. ഈ ദാൻ ഗോത്രം, യഹൂദന്മാരുടെ ദാൻ ഗോത്രത്തിൽപ്പെട്ടവർ ഈ എത്യോപ്യയിലുണ്ടെന്നാണ്. അതുകൊണ്ട് ഇപ്പോഴും ഈ ഇസ്രായേൽക്കാരുടെ ആർമിയിൽ എത്യോപ്യക്കാരുണ്ട്, അവരുടെ കുലത്തിൽപ്പെട്ടവരുണ്ട് എന്നുകൊണ്ടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഒരു സഭയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ സഭയിൽ ഒരു പള്ളിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ട, പള്ളി കൂദാശ ചെയ്യുന്നത്, പള്ളി കൂദാശയുടെ ക്രമം 3 എണ്ണമാണ്. 1 മദ്ബഹ കൂദാശ, 2 ത്രോണോസ് കൂദാശ, 3 ഹൈക്കല കൂദാശ. ഈ 3 കൂദാശകൾ വഴിയായിട്ടാണ് ഒരു പള്ളി ആരാധനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ദൈവജനത്തിന് മേൽപ്പട്ടക്കാർ സമർപ്പിക്കുന്നത്.
അപ്പോൾ അതിൽ ഒന്നാമത്തത് മദ്ബഹ കൂദാശയാണ്. മദ്ബഹായുടെ 4 വശം, കിഴക്കേ ഭിത്തി, പടിഞ്ഞാറ് വശത്തെ ഭിത്തി, തെക്കും വടക്കുമുള്ള ഭിത്തികളെ ത്രിത്വനാമത്തിൽ കുരിശടയാളത്തിൽ റൂഷ്മ ചെയ്തുകൊണ്ടാണ് അത് മദ്ബഹ ആയിട്ട് വേർതിരിച്ചിരിക്കും. അതിൻ്റെ പടിഞ്ഞാറ് വാതിലുകളാണ് ഈ മദ്ബഹായുടെ ഈ തൂണുകൾ, അതല്ലെങ്കിൽ വാതിൽ. അപ്പോൾ ഈ റൂഷ്മ ചെയ്ത ഈ മദ്ബഹായിലേക്ക് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ കൈവപ്പുള്ള ആൾക്കാരാണ് പ്രവേശിച്ചത്. വഴിയെ വേറെല്ലാവരും കയറുന്ന സ്ഥലമല്ല, അല്ലെങ്കിൽ ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റിക്കാരനും അല്ലാത്തവരും കയറുന്ന സ്ഥലമല്ല. കൈവപ്പ് ഒന്നുകിൽ വൈദിക സ്ഥാനികൾ, ഷമ്മാശന്മാരുടെ ഗണങ്ങൾ, അതല്ലെങ്കിൽ പ്രത്യേകം മദ്ബഹായിൽ പ്രവേശിക്കാനായിട്ട് മേൽപ്പട്ടക്കാരനോ അനുവാദമുള്ള പട്ടക്കാരനോ അവർക്ക് കയ്യൊപ്പ് ശുശ്രൂഷ നൽകി കുപ്പായം അണിയിച്ച് അവരെ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ മദ്ബഹായുടെ വാതിലുകൾ മുത്തി, അതിൻ്റെ വാതിലുകൾ മുത്തി ബഹുമാന പുരുഷനും മദ്ബഹായിലേക്ക് വരും. മദ്ബഹായിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ബലിപീഠം. ആ ബലിപീഠത്തോടുള്ള ആദരവ് കാണിക്കുന്ന ബലിപീഠത്തിൻ്റെ 4 കോണുകൾ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസികൾ ചെയ്തിരുന്നത് ദൈവാലയത്തിൻ്റെ വാതിലുകൾ മുത്തി അകത്ത് കയറി, അല്ല വെറുതെ മുറി കയറുന്ന പോലെ, വീട്ടിൽ കയറുന്ന പോലെ അല്ല, ദൈവാലയത്തിൻ്റെ വാതിലുകൾ മുത്തിയാണ്. ഇനിയും ദേവാലയ കൂദാശയം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ആ ദേവാലയ കൂദാശയിൽ ഹൈക്കല കൂദാശ ചെയ്യുമ്പോൾ പറയുന്നത്, കർത്താവെ ഞങ്ങളെയും ഈ ആലയത്തെയും ഈ വാതിലുകളെയും നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ, എന്തെന്നാൽ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. അപ്പം ഞങ്ങളെയും ആലയത്തെയും ഈ വാതിലുകളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമെന്നത്, അവ വാഴ്ത്തി ശുദ്ധീകരിച്ച വാതിലുകൾ മുത്തി ദേവാലയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ്. അപ്പം ദേവാലയത്തിൻ്റെ വാതിലുകൾ മുത്തിയാണ് സത്യത്തിൽ വിശ്വാസികളെ പള്ളിയകത്ത് പ്രവേശിക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ഹൈക്കലായിൽ പ്രവേശിക്കുന്ന മദ്ബഹായിൽ പ്രവേശിക്കുമ്പോൾ മദ്ബഹായുടെ വാതിലുകൾ മുത്തി ശുദ്ധസ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ സിംഹാസനമാകുന്ന ത്രോണോസ്, അതിൻ്റെ കോണുകൾ മുത്തിയാണ് നമ്മൾ ബഹുമാനങ്ങൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ദേവാലയം കൂദാശ ചെയ്യുന്നത് 3 സ്ഥലമായിട്ടാണ്. ആ 3 സ്ഥലത്തും അനുയോജ്യമായ രീതിയിൽ അവിടെ പ്രവേശിക്കാൻ അർഹതയുള്ളവരെ അതിനോടുള്ള ബഹുമാനം കാണിച്ചാണ് പ്രവേശിക്കുന്നത്. അത് ദേവാലയത്തെക്കുറിച്ചും ദേവാലയ കൂദാശയെക്കുറിച്ചുമുള്ള അജ്ഞതയും അറിവില്ലായ്മയും കൊണ്ടാണ്. മുത്തണോ വേണ്ടയോ, മുത്താതെ കയറിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ലോകത്തിലൊന്നും സംഭവിക്കത്തൊന്നുമില്ല. ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യർ തെറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ദൈവം വന്ന് ശിക്ഷിക്കുന്നൊന്നുമില്ല. അതൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലായ്മയുടെ കാലത്തെ ദൈവം ക്ഷമിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ട് അത് തെറ്റിക്കുമ്പോൾ കൂടുതൽ ശിക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഈ അന്ധനെ സുഖപ്പെടുത്തിയ യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങളും അന്ധന്മാരാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, നിങ്ങൾ അന്ധന്മാരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ കാണുന്നു, നിങ്ങൾ അറിയുന്നു, എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കായാൽ നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ട് ആ ബോധ്യം ഇല്ലാതെ നമ്മൾ പ്രവേശിക്കരുത്, അതിനെക്കുറിച്ച് മോശമായിട്ട് പറയരുത്. അതുപോലെ ദൈവാലയത്തിൽ എപ്പോഴും മദ്ബഹായിൽ പ്രവേശിക്കുന്ന ശുശ്രൂഷക്കാരും വൈദിക സ്ഥാനികളും അവർക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അംശവസ്ത്രങ്ങൾ പൂർണ്ണമായിട്ട് ധരിച്ചുകൊണ്ട് മാത്രമേ പ്രവേശിക്കാവുള്ളൂ. അതല്ലെങ്കിൽ ആ ആലയത്തോടെ മദ്ബഹായോട് കാണിക്കുന്ന അനാദരവാണ്. അത് ഒരിക്കലും നമ്മൾ ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ അടുത്തൊരു ചോദ്യം, നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രധാന ഒരു ഭാഗമായ ത്രോണോസിൽ നമ്മുടെ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് മറ്റു രൂപങ്ങളൊന്നും, വിശുദ്ധരുടെ രൂപങ്ങളോ ഒന്നുമില്ല, പക്ഷേ കുരിശ് മാത്രമുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെ പറ്റി അച്ഛനൊന്ന് വിശദീകരിക്കാം. നമ്മളുടെ ത്രോണോസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ത്രോണോസ് എന്നൊരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം സിംഹാസനം എന്നാണ്. അതായത് യേശുക്രിസ്തു വിശുദ്ധ കുർബാനയിലൂടെ ഇറങ്ങിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കസേരയായിട്ടാണ് ത്രോണോസിന്. ആ ത്രോണോസ് തിരികൾ കൊണ്ടും അതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ കുരിശുകൊണ്ടും അതുപോലെ തന്നെ അതിൽ പൂക്കൾ അല്ലെങ്കിൽ ഈ റംശേന്തി കൊണ്ട് അത് അലങ്കരിച്ചിരിക്കുകയാണ്. അത് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സിംഹാസനമാണ് ത്രോണോസ്. അതുകൊണ്ടാണ് സുറിയാനിക്കാരെ ബലിപീഠത്തിന് ത്രോണോസ് എന്ന് പറയുന്നത്. പിന്നെ അത് കർത്താവിൻ്റെ കബറിടമായിട്ടാണ്. അവിടെയാണല്ലോ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കബറടക്കം ചെയ്യാറുള്ള സ്ഥലം. അതുകൊണ്ട് കർത്താവിൻ്റെ കബറിടമായിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. ഒരേ കാര്യത്തെ തന്നെ 2 രീതിയിൽ കാണുന്നു. അവിടെ നമ്മളുടെ പള്ളിയിൽ ത്രോണോസിൻ്റെ
പടികൾ വെച്ചിട്ടുണ്ട്. ആ പടികൾ വെച്ചിരിക്കുന്നത് ഈ 13 തിരികൾ ക്രമീകൃതമായ രീതിയിൽ വെക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ 13 തിരി ഒറ്റ ലെവലിൽ വെച്ചാൽ അത് വൃത്തിയാണ്. അത് ക്രമീകൃതമായ രീതിയിൽ വെക്കുവാൻ വേണ്ടിയിട്ട് 3 പടികൾ അല്ലെങ്കിൽ 5 പടികൾ ഒറ്റ സംഖ്യയിലുള്ള പടികൾ വെക്കുന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ കുരിശ്, അത് മരക്കുരിശ്, അത് ചിലപ്പോൾ ഊറാറായിട്ടിട്ടുണ്ട്. എപ്പോഴും അത് ഊറാറായിട്ട് വെക്കണമെന്നാണ്. കാരണം ഊറാറ അണിയിച്ചിരിക്കുന്നത് ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ത്രോണോസിൽ വെക്കുന്ന പ്രധാനപ്പെട്ട കുരിശ് ഊറാറ ഇട്ടിരിക്കുന്നു. അതിൻ്റെ ചുവട്ടിൽ ഒരു തിരിയുണ്ട്. ആ തിരി കർത്താവിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇരുവശങ്ങളിലായിട്ട് ഈ 3 സ്റ്റെപ്പിലായിട്ട് 12 തിരികൾ, അത് കർത്താവിൻ്റെ 12 ശ്ലീഹന്മാരെ സൂചിപ്പിക്കും. അപ്പോൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ സത്യപ്രകാശമാകുന്ന മിശിഹാതമ്പുരാനെ സൂചിപ്പിക്കാൻ കുരിശിൻ്റെ ചുവട്ടിലുള്ള പ്രധാന തിരി കത്തിക്കുന്നു. ആ തിരിയിൽ നിന്നാണ് മറ്റ് തിരികളിലേക്ക് തിരി കത്തിക്കുന്നത്. അതായത് കർത്താവിൻ്റെ സുവിശേഷ പ്രകാശം ലോകത്തിൽ പ്രചരിപ്പിച്ചത് ശ്ലീഹന്മാരാണ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും നമ്മുടെ പള്ളിയിൽ രൂപങ്ങൾ വെക്കുന്ന ഒരു പതിവില്ല. നേരെ മറിച്ച് കുരിശ് മാത്രമാണ്. അതല്ലെങ്കിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ ഐക്കണോ അതല്ലെങ്കിൽ മൊസൈക്ക് ചിത്രമോ വല്ലതും വെക്കത്തുള്ളൂ. ഏതെങ്കിലും വിശുദ്ധൻ്റെ നാമത്തിൽ എപ്പോഴും നമ്മുടെ പള്ളി ഉദാശ ചെയ്യുന്നെങ്കിലും ആ വിശുദ്ധൻ്റെ പടം ഏറ്റവും പ്രധാനപ്പെട്ട ത്രോണോസിൽ വെക്കണമെന്നില്ല. നേരെ മറിച്ച് പ്രധാന ത്രോണോസിൽ എപ്പോഴും കർത്താവിൻ്റെ ഉദ്ധിതനായ കർത്താവിൻ്റെയോ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെയോ ഒക്കെയാണ് നമ്മൾ പോർട്രേറ്റാണ് വെക്കുന്നത്. രൂപം ഒരിക്കലും നമ്മൾ വെക്കത്തില്ല. അത് ലത്തീൻ സഭയിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ യൂറോപ്പിൽ ചെന്നാൽ അങ്ങനെ രൂപങ്ങൾ ത്രോണോസിൽ കാണത്തില്ല. നേരെ മറിച്ച് വെറും കുരിശ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ക്രൂശിത രൂപമാണ്. കുറച്ചുകൂടെ ഈ അടുത്ത കാലത്തായിട്ട് പള്ളികളിൽ ഈ പറഞ്ഞ നമ്മളിടുന്നത് പോലെ തന്നെ വേറൊരു രീതിയിൽ വലിയ കുരിശ് വെച്ചിട്ട് അതേൽ ഓരോ കാലം അനുസരിച്ച് അനുയോജ്യമായ ഷാള് പോലെ അല്ലെങ്കിൽ ഊറാറ പോലെ വെള്ള ശീലയിടുന്നു, അതല്ലെങ്കിൽ പച്ചയിടുന്നു, വയലറ്റ് ഇടുന്നു, അതല്ലെങ്കിൽ ചുമലയിടുന്നു. ആ പീഡാനുഭവത്തെ സൂചിപ്പിക്കാൻ, കർത്താവിൻ്റെ ഉത്ഥാനത്തെ, പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത് കാലത്തേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ ഇപ്പോഴും യൂറോപ്പിൽ ഇപ്പോഴും പള്ളികളിലൊക്കെ കാണുമ്പോൾ ഈ പണ്ടുള്ള പള്ളികളിൽ വെച്ചിരിക്കുന്ന രൂപമൊന്നുമല്ല. ത്രോണോസേൽ അല്ലെങ്കിൽ ബലിപീഠത്തിൽ ഇപ്പോഴേ പ്രധാന ആൾത്താരിൽ അങ്ങനെ രൂപങ്ങളില്ല. പഴയ പള്ളികളിലുണ്ടെങ്കിൽ അത് മാറി കുരിശ് വെക്കുന്ന ഒരു പാരമ്പര്യത്തിലേക്ക് ലത്തീൻ സഭ വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യുന്നില്ല. എപ്പോഴും ഈ കുരിശ് മാത്രമേ ഉള്ളൂ. അതിൽ കുരിശിൽ തൂങ്ങപ്പെട്ട രൂപമില്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ ക്രൂശിത രൂപമാണെങ്കിൽ അതേൽ നോക്കി നമുക്ക് കുറച്ചുകൂടെ ധ്യാനിക്കാം. വെറും ഒരു പ്ലെയിൻ കുരിശാകുമ്പോഴത്തേന് നമുക്ക് പ്രത്യേകം തോന്നലുണ്ട്. അതൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥയാണ്. സത്യത്തിൽ കുരിശ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. കർത്താവ് കുരിശുമരത്തിന്മേൽ 3 മണിക്കൂർ നേരമേ കിടന്നുള്ളൂ. ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈം സ്പാൻ, 3 hours കിടന്നു. ആ സമയത്ത് ആകാശത്ത് അന്ധകാരമുണ്ടായി, ഇരുട്ടുണ്ടായ സമയം. എന്നാൽ കർത്താവിൻ്റെ കുരിശേൽ കിടന്നുകൊണ്ടല്ല, കുരിശിൽ മരിച്ചുകൊണ്ടല്ല നമുക്ക് രക്ഷയുണ്ടായി. കുരിശേൽ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരും ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും ഒത്തിരി പേര് കുരിശുമരത്തേൽ കിടന്ന് മരിച്ചിട്ടുണ്ട്, അതിനുശേഷവും മരിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ കർത്താവ് കുരിശിൽ മരിച്ച് മരണത്തെ ബലാൽ ജയിച്ച് പാതാളത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന വഴിയായിട്ടാണ് കുരിശ് മഹത്വമുള്ളതായി തീർന്നത്. അപ്പോൾ ഈ 3 മണിക്കൂർ നേരം കർത്താവ് കിടന്ന ആ ഒരു ലിമിറ്റഡ് ടൈം സ്പാനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അത് നമ്മുടെ ധ്യാനത്തിലല്ല, അതിനപ്പുറത്തുള്ള പുനരുത്ഥാനത്തിൻ്റെ മഹത്വം, കുരിശിലൂടെ ഉണ്ടായ രക്ഷ, അതിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലെയിനായിട്ടുള്ള കുരിശ് പൗരസ്ത്യ സഭ ഉപയോഗിക്കും. അതിൻ്റെ വലിയൊരു ആശയമുണ്ട്. അതുകൊണ്ട് ഈ സുറിയാനിക്കാർ ഈ കുരിശേലൊരു ഇൻസ്ക്രിപ്ഷൻ എഴുതി വെക്കാറുണ്ട്. സുറിയാനിലെ ഹൂർ ലവോത്ത് സാബാർ ബേഹ്. ഹൂർ ലവോത്ത് എന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് ഹിം, അവനിലേക്ക് നോക്കുക. സാബാർ ബേഹ് എന്ന് പറഞ്ഞാൽ ഹോപ്പ് ഇൻ ഹിം, അവനിൽ നോക്കുക, അവനിൽ പ്രത്യാശ അർപ്പിക്കുക. ആ കുരിശിനെക്കുറിച്ചാണ്. അത് കർത്താവിൻ്റെ മരണസമയത്ത് ഉള്ള വേദവായന നമ്മൾ വായിക്കുന്നുണ്ട്. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. അപ്പോൾ
ഈ കുരിശന്മേൽ കുത്തി മുറിവേൽപ്പിച്ചവനെ തങ്ങൾ നോക്കി നിൽക്കും എന്ന് പറഞ്ഞ കാരണം അത് പ്രത്യാശയുടെയും ആരാധനയുടെയും അടയാളമായി തീരുന്നില്ല. അതുകൊണ്ടാണ് ശതാധിപൻ ഇതെല്ലാം കണ്ട് ഈ ഭൂകമ്പവും അന്ധകാരവും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാണെന്ന് വന്ന് ശതാധിപൻ്റെ നാവിലൂടെ കുരിശേൽ തൂങ്ങിയവനെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുരിശിത രൂപത്തേക്കാൾ പ്ലെയിൻ ക്രോസ് കർത്താവിൻ്റെ പീഡാനുഭവത്തെയും അതിനപ്പുറത്തുള്ള രക്ഷയെയും പുനരുത്ഥാനത്തെയും പ്രഖ്യാപിക്കുന്ന വലിയ സത്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ചെറിയതായതിനെ അല്ലെങ്കിൽ കുരിശിൻ്റെ ക്രൂശാരോഹണവും മരണവും പരിമിതപ്പെടുത്താതെ അതിനെ ഏറ്റവും ബൃഹത്തായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതുപോലെ നമ്മുടെ ഈ നമസ്കാരത്തിൻ്റെ സമയത്തും അല്ലെങ്കിൽ നമ്മുടെ കുർബാനകളുടെ സമയത്തൊക്കെ തിരി കത്തിക്കാറുണ്ട്. ഈ നമസ്കാരത്തിൻ്റെ സമയത്ത് എവിടെയാണ്? നമസ്കാര മേശയിലാണോ അല്ലെങ്കിൽ ബദ്ബഹായിലാണോ തിരി കത്തിക്കേണ്ടത്? ആ ഒരു സംശയത്തെ അച്ഛന് ദൂരീകരിക്കാം. നല്ല ചോദ്യം. അതായത് നമ്മളുടെ രാത്രി പ്രാർത്ഥനയുടെ സമയത്തും ഉച്ച നമസ്കാരത്തിൻ്റെ സമയത്തും പള്ളിയിലെ മറ വലിക്കുന്നില്ല. അതായത് ഉച്ച നമസ്കാരത്തിൻ്റെ സമയത്ത് 6-ാം മണിയുടെയും 9-ാം മണിയുടെയും പ്രാർത്ഥന നടത്തുമ്പോൾ കർത്താവിൻ്റെ ക്രൂശാരോഹണവും മരണത്തെയും സൂചിപ്പിക്കുന്നു. ആ സമയത്ത് 3 മണിക്കൂർ നേരം ഭൂമിയിൽ അന്ധകാരമുണ്ടായതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മറവലിക്കുന്നു. രാത്രി പ്രാർത്ഥനയുടെ സമയത്തും സന്യാസികൾ ആദ്യത്തെ 3 കൗമ പ്രൈവറ്റായിട്ട് ചെല്ലുന്നു. പിന്നീട് 4-ാമത്തെ കൗമായ്ക്ക് അവരൊരുമിച്ച് പള്ളി വരുന്നു. ആ കൗമ തുടങ്ങുമ്പോഴാണ് ഹാലേലൂയ ഹാലേലൂയ പറഞ്ഞ് ത്രോണോസയിൽ തിരി കത്തിച്ച് മറവലിക്കും. പിന്നീട് എപ്പോഴൊക്കെ പ്രാർത്ഥന നടത്തുന്നോ അപ്പോഴെല്ലാം ത്രോണോസയിലെ ഒരു തിരി, കുരിശിൻ്റെ ചുവട്ടിലുള്ള ഒരു തിരി കത്തിച്ച് നമ്മൾ മറവലിച്ചാണ് പ്രാർത്ഥന. പ്രഭാതമാകട്ടെ, 3-ാം മണിയാകട്ടെ, സന്ധ്യയാകട്ടെ, സൂത്താറയായിട്ട് നടത്തുക. ഇനിയും സൂത്താറ പ്രാർത്ഥനയുടെ അവസാനത്തിൽ സങ്കീർത്തനം ചെല്ലുമ്പോൾ ഈ നടുക്ക് കത്തിച്ച് തിരിയെന്ന് ശുശ്രൂഷകൻ ഇടത്തും വലത്തുമുള്ള 2 തിരികൾ കത്തിക്കാറുണ്ട്. അത് ലൂച്ചേനാരിയും എന്നാണ് പറയുന്നത്, തിരി കത്തിച്ചുള്ള പ്രാർത്ഥന എന്നാണ്. അപ്പോൾ അവിടെ ഒരു തിരി കത്തിച്ചിട്ടുണ്ട്. വീണ്ടും 2 തിരികൾ നടുക്കത്തെ തിരിയിൽ നിന്ന് ശുശ്രൂഷകൻ 2 ഇടത്തും വലത്തുമുള്ള തിരികൾ കത്തിച്ച് പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ തിരി കത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിട്ട് സൂത്താറ പ്രാർത്ഥനയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നമസ്കാര മേശയിൽ നമ്മൾ കുരിശും അതിൻ്റെ ഇരുവശത്തും 2 തിരികൾ വെച്ചിട്ടുണ്ട്. അത് നമസ്കാരം നടത്തുന്ന സമയത്ത് നമസ്കാര മേശ നമ്മൾ നമസ്കാരം നടത്തുന്നത്, അതുകൊണ്ട് അവിടെ തിരി കത്തിക്കണമെന്നില്ല. നമസ്കാര മേശയിൽ തിരി കത്തിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നുമില്ല, ഈ നമസ്കാര മേശയിൽ എന്തെങ്കിലും വാഴ്വ് നടത്തുന്നുണ്ടെങ്കിൽ തിരി കത്തിക്കണം. ത്രോണോസ കത്തിച്ചതിന് ശേഷം നമസ്കാര മേശ. അതല്ലെങ്കിൽ എന്തെങ്കിലും വിശുദ്ധ വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകമ്പടിയായിട്ട് തിരിയും. ഉദാഹരണമായിട്ട് നമസ്കാര മേശയിൽ വിശുദ്ധ മൂറോൻ വെച്ചിട്ടുണ്ട് നമ്മൾ മാമോദീസായിക്ക്. അങ്ങനെയുള്ളപ്പോൾ നമസ്കാര മേശയിൽ ത്രോണോസ കത്തിച്ചതുപോലെ തന്നെ നമസ്കാര മേശ. ഇതിൽ വെച്ച് വാഴ്വുകൾ, ഉദാഹരണം കുരുത്തോല വാഴ്വ്, അതല്ലെങ്കിൽ ധനഹായിലെ വെള്ളം വാഴ്വ്, അതല്ലെങ്കിൽ കിരീടം വാഴ്വ്, കല്യാണത്തിന്, ഈ സമയത്തിലെല്ലാം ഈ ത്രോണോസയിൽ നമ്മൾ തിരി കത്തിക്കുന്ന പോലെ തന്നെ നമസ്കാര മേശ. അല്ലാതെ നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കാര മേശയിൽ തിരി കത്തിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ക്രമം ഇത്രയേ ഉള്ളൂ. ആ നമസ്കാര മേശയിൽ എന്തെങ്കിലും വിശുദ്ധ വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആ നമസ്കാര മേശയിൽ വെച്ച് എന്തെങ്കിലും വാഴ്വ് നടത്തുന്നുണ്ടെങ്കിൽ, കല്യാണത്തിൻ്റെ മോതിരങ്ങളോ കിരീടങ്ങളോ അല്ലെങ്കിൽ കുരുത്തോല വാഴ്ത്തുന്നോ കുന്തിരിക്കം വാഴ്ത്തുന്നോ ധനഹായിലെ വെള്ളം വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ലീവ വന്നതിൻ്റെ സമയത്ത് മാത്രമേ അവിടെ തിരി കത്തിക്കൂ. ഇപ്പോൾ നമ്മൾ വലിയ നോമ്പിൻ്റെ സമയത്താണല്ലോ, ത്രോണോസയിൽ എപ്പോഴൊക്കെ തിരി കത്തിക്കുന്നോ അപ്പോഴെല്ലാം ഗോകുൽത്തായിലെ തിരി കത്തിക്കുന്നു. അതിന് പ്രത്യേക സമയമില്ല. ത്രോണോസയിൽ കർത്താവിൻ്റെ തിരുസാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലുള്ള കർത്താവിൻ്റെ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഗോകുൽത്തായിൽ ഉയർത്തിയിരിക്കുന്ന കുരിശ്, അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള തിരികൾ കത്തിക്കും. ത്രോണോസ കത്തിക്കുമ്പോഴെല്ലാം ഈ ഗോകുൽത്തായാലും കത്തിക്കും. അതാണ്. ഘടനയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ മാമോദീസ തൊട്ടിയൊരു പ്രധാന ഘടകമാണല്ലോ. ലത്തീൻ പള്ളികളിലൊക്കെ ദേവാലയങ്ങളിലൊക്കെ പ്രധാന കവാടത്തിലേക്ക് ചേർന്നും നമ്മുടെ ദേവാലയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ മദ്ബഹായോട് ചേർന്ന് വിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യമൊന്ന്. അതായത് ഈ മാമോദീസായുടെ 2 രീതിയിലാണ് ലത്തീൻ സഭയിലും പൗരസ്ത്യ സഭയിലും. അത് 2 വ്യാഖ്യാനങ്ങളാണ്. അത് പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെൻ്ററി, ഒരിക്കലും കോൺട്രഡിക്റ്ററി അല്ല. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ ചെയ്ത് തമ്മിൽ വ്യത്യാസമില്ലേ.
പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിൽ ഒരു സ്പിരിറ്റ്, അതല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രമുണ്ട്. ലത്തീൻ സഭയിൽ പള്ളിയുടെ പ്രധാന കവാടത്തോട് ചേർന്നാണ് മാമോദിസ തൊട്ട് വെച്ചിരിക്കുന്നത്. മാമോദിസായെ സംബന്ധിച്ച് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എൻട്രി ഇൻ ടു ദ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്, വിശ്വാസികളുടെ മാമോദിസായിലൂടെ വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരാൾ. അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പള്ളിയുടെ പ്രധാന കവാടത്തിൽ ആദ്യം മാമോദിസ തൊട്ട് വെച്ചിരിക്കുന്നു. അതിൽ മാമോദിസ മുങ്ങിയിട്ട് വിശ്വാസികൾ നിൽക്കുന്ന പള്ളിയകത്തേക്ക് പ്രവേശിക്കുക. സത്യത്തിൽ മാമോദിസായിലൂടെ നമ്മൾ കർത്താവിൻ്റെ സഭയിൽ പരിപൂർണ്ണ അംഗമായിത്തീരുക. അതാണ് ആ ഒരു ആശയം വെച്ചിരിക്കുന്നത്. നമ്മളുടെ പൗരസ്ത്യ സഭയിൽ, പ്രത്യേകിച്ച് അന്ത്യോക്യൻ സുറിയാനി സഭയിൽ മാമോദിസ തൊട്ട് ഈ മദ്ബഹായോട് ചേർന്ന് കെസ്ത്രൂമായി ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആശയം നമ്മൾ പർദീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരാണ്, ആദാം ഹൗവായി. ഇനി വീണ്ടും ആദാമിനെ ഹൗവായെയും അല്ലെങ്കിൽ മനുഷ്യകുലത്തെ മുഴുവൻ പർദീസായിലേക്ക് പുനർപ്രവേശിപ്പിച്ച് റീ ഇൻ ടു പാരഡൈസ്, പർദീസായിലേക്ക് വീണ്ടും പ്രവേശിപ്പിച്ചത് കർത്താവിൻ്റെ മരണവും പീഡാനുഭവവും ഉയർപ്പും വഴിയായിട്ടാണ്. സത്യത്തിൽ മാമോദീസായിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ പങ്കുകാരാകുക. എല്ലാ സഭകളുടെയും, ക്രൈസ്തവ സഭയുടെ മുഴുവൻ അടിസ്ഥാന വിശ്വാസം കത്തോലിക്ക സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ. അപ്പോൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നത് റീ എൻട്രി ഇൻ ടു ദ പാരഡൈസ്, പർദീസായിലേക്കുള്ള പുനഃപ്രവേശനമാണ്. അതുകൊണ്ടാണ് മാമോദിസ തൊട്ടി പർദീസായ്ക്ക് സദൃശമായിട്ടാണ് നമ്മളുടെ മദ്ബഹ. അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. അവിടെ മാമോദിസ മുങ്ങിയതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞിനെ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കും. മദ്ബഹായുടെ ത്രോണോസിൻ്റെ കോണുകൾ മുത്തിക്കുന്നു. പർദീസായിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലമായ വിശുദ്ധ കുർബാന കൊടുക്കും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പാടുന്നതിന് എങ്ങനെയല്ല, ഈ കുർബാനാണ് പറുദേശൈലാദം രുചിനോ കാത്ത ഫലം സാമോ ദം വയ്ക്കും നീനാൾ നിന്നാവിൽ സ്നാനാൽ മജനേ നീ ശുഭമായി പോയിടുക നദി ചെയ്. ആ പ്രാർത്ഥനയിൽ, ആ പാട്ടിൽ തന്നെ വളരെ കോൺസ്പിക്വസ്, വളരെ ക്ലിയറാണ്. പർദീസായിലേക്ക് നമ്മൾ പുനഃപ്രവേശിക്കണം. അപ്പം മാമോദിസ സ്വീകരിച്ച് വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു, ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, പർദീസായുമായി ബന്ധപ്പെട്ടിട്ട് പർദീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട മനുഷ്യരെ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും വഴിയായിട്ട് വീണ്ടും പർദീസായിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ പർദീസായിലേക്ക് പ്രവേശിച്ചതിൻ്റെ സൂചനയായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ രണ്ട് കൂട്ടരുടെയും ഈ മാമോദിസ തൊട്ടി ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പകുതി നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഗോകുൽത്ത സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നടുഭാഗത്താണ്, മധ്യഭാഗത്താണ്. ഇപ്പോൾ കഷ്ടാനുഭവ ആഴ്ച ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്തും. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ വെച്ചാൽ. ഗോകുൽത്ത എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള പേര് മെനോർത്തോ എന്നാണ്. മെനോർത്തോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ലാം സ്റ്റാൻഡ്, തിരിവെക്കുന്ന പീഠം എന്നാണ്. അത് ഗോകുൽത്ത എന്ന് പറയാൻ കാരണം അത് ഗോകുൽത്തായിലാണ് കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചത്. അതുകൊണ്ട് ഗോകുൽത്ത എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശരിക്കുള്ള മെനോർത്തോ എന്നത് അത് നോമ്പിൻ്റെ മധ്യഭാഗത്താകുമ്പോഴത്തേന് ഹൈക്കലായിൽ, വിശ്വാസികൾ നിൽക്കുന്ന ഹൈക്കലായുടെ മധ്യഭാഗത്തായിട്ട് വരും. അതിൽ ഊറാറ ഇട്ട കുരിശ്, അത് കർത്താവിൻ്റെ ആളത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഇരുവശങ്ങളിലും മെഴുകുതിരി, ഇരുവശങ്ങളിലും മർബഹാസായും വെക്കാറുണ്ട്. ചില പള്ളികളിൽ മർബഹാസ വെച്ച് വെക്കാറില്ല. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ക്രമീകരണം 2 തിരിയും 2 മർബഹാസായും ഇരുവശങ്ങളിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പം ഈ തിരി ബഹുമാനപുരസ്സരമായിട്ട് ഈ കുരിശിന് ബഹുമതി കാണിക്കാൻ വേണ്ടി മർബഹാസകൾ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും മാലാഹമാരാൽ പരിസേവിതനായിരുന്നു. മാലാഹമാർ അവനെ വന്ന് ശുശ്രൂഷിച്ചു. മാലാഹമാരുടെ സഖ്യം അവൻ വിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് മരുഭൂമിയിലെ പരീക്ഷയിൽ കർത്താവ് സാത്താനോട് പൊരുതി കഴിഞ്ഞപ്പോൾ മാലാഹമാർ വന്ന് അവനെ ശുശ്രൂഷിച്ചെന്നവർ. വീണ്ടും നമ്മൾ മാലാഹമാരെ കാണുന്നതാണ്.
കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ രക്തം വേർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മാലാഹ ഇറങ്ങി വന്ന് അവനെ ആശ്വസിപ്പിച്ച് തിരിച്ചുപോയി. അപ്പം ഭൂമിയിലായിരുന്നപ്പോഴും ദൈവത്വത്തിൽ നിന്ന് മാറാതെയും ദൈവിക സേനകളാൽ, മാലാഹമാരാൽ പരിസേവിക്കപ്പെടുന്നവനായിരുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മർബഹാസകൾ വെച്ചിരിക്കുന്നത്. അത് ആദ്യം വെച്ചിരിക്കുന്ന വിശ്വാസികൾ നിൽക്കുന്ന ഹൈക്കലായിട്ട് നടുക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ അവൻ ജനമധ്യത്തിലായിരുന്നു. അവൻ്റെ ഐഹിക ജീവിതം ജനങ്ങൾ അവൻ്റെ ചുറ്റും കൂടി. അത് സൂചിപ്പിക്കാൻ വേണ്ടി പിന്നീട് നമ്മൾ കഷ്ടാനുഭവ ആഴ്ചയിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും കുരിശിലെയും മരണത്തെയാണ് നമ്മൾ ആചരിക്കുന്നത്. ആ സമയത്ത് യഹൂദന്മാരുടെ ബലിയർപ്പിക്കുന്ന സ്ഥലം ശുദ്ധസ്ഥലമാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കസ്ത്രൂമ നമ്മുടെ ഇതിൽ. അപ്പോൾ ആ വൈദിക സ്ഥാനികൾ നിൽക്കുന്നതും യഹൂദ സഭയിൽ ബലിയർപ്പിക്കുന്നതുമായ സ്ഥലത്തത് വെച്ച് കറുത്ത ഉറാറയും കറുത്ത ചിത്തോലയും ഇട്ടാ വെച്ചിരിക്കും. അതിന് മുൻപ് ചുമന്ന ഉറാറയും ചുമന്ന ചിത്തോലയാണ്. അത് കർത്താവിൻ്റെ മരണത്തെ ബലിയർപ്പിക്കപ്പെട്ടതിനെ സൂചിപ്പിക്കാൻ വേണ്ടി കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മൾ ഇത് ക്രിസ്തുറൂമായിൽ വെച്ചു. വീണ്ടും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മദ്ബഹായിലാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കലായിട്ട് വെച്ചത്. കാരണം കർത്താവ് മഗ്ദലനാക്കാരി മറിയാമിനോട് പറഞ്ഞു, നീ എന്നെ സ്പർശിക്കരുത്, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, നീ എന്ന് എൻ്റെ ശിഷ്യന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ മഹത്വീകൃതനായ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ മദ്ബഹായിൽ വെച്ചിരിക്കുന്നു. അത് ചുമന്ന ഊറാറ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ചുമന്ന ശോശപ്പ അതിലിട്ട് അതിൽ ഒരു വെള്ളക്കുരിശാണ് വെച്ചിരിക്കുന്നത്. സാധാരണ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചുമന്ന ശോശപ്പ ഇടുന്നത്? സാധാരണ മറ്റ് സഭകളിലൊക്കെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന വെള്ളയാണ്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ചുമന്ന ഇടുന്നത്? അതിനൊരു വേദശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ട്. നമ്മുടെ ഏത് കാര്യത്തിൻ്റെയും പിന്നെ ഒരു ദൈവശാസ്ത്രവും വേദശാസ്ത്രമുണ്ട്. യെശയ്യാ പ്രവചനം 63 വായിക്കണം. അപ്പോൾ കല്ലറയിൽ നിന്ന് നമ്മളെ ഖബറിങ്കിൽ നിന്ന് നമ്മളെ കുരിശെടുത്ത് ഈ ഈസ്റ്ററിനെ അത് വെടിപ്പാക്കി നോർത്തോയിൽ വെക്കുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു കുക്കോയുണ്ട്. അത് താഴ്ന്ന സ്വരത്തിലാണ് അന്നേരം നമസ്കാരം നടത്തുന്നത്. അതിൻ്റെ പ്രമേയം ഈ യെശയ്യാ പ്രവചനം 63. അതിൽ ചോദിക്കുന്നത്, എന്തേ ഇവൻ്റെ അങ്കി ചുമന്നിരിക്കുന്നു, എന്തേ ഇവൻ്റെ കുപ്പായം മുന്തിരിച്ചക്ക് ആട്ടിയവനെ പോലെ ആയിരിക്കുന്നു. അപ്പം അതിന് ഉത്തരമായിട്ട് പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് ആപത്തിനെ നേരിട്ടാൽ ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എൻ്റെ കരം എനിക്ക് ബലം തന്നു. അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ചുള്ള യെശയ്യാ പ്രവചനം. അപ്പോൾ മുന്തിരിച്ചക്ക് ആട്ടുന്നവനേതുപോലെ തന്നെ അവൻ്റെ ജീവരക്തം വീണ് അവൻ്റെ അങ്കി ചുമന്നിരിക്കുന്നു. ആ ജീവരക്തം കൊണ്ടാണ് അവൻ രക്ഷയുണ്ടാക്കുക. അതുകൊണ്ടാണ് ചുമന്ന ശോശപ്പായിട്ടിരിക്കുന്നു, അതിൽ വെള്ള കുരിശു വെച്ച്. അതുകൊണ്ട് നമ്മുടെ പള്ളികളിൽ കൊടി ഉയർത്തുമ്പോഴെപ്പോഴും ഈ ചുമന്ന പ്രതലത്തിൽ വെള്ളക്കുരിശ. അത് യെശയ്യാ പ്രവചനം 63 കർത്താവിൻ്റെ പീഡാനുഭവത്തിലൂടെയും അവൻ്റെ രക്തം മുഴുവൻ വാർന്നൊഴുകി അവൻ്റെ വസ്ത്രം മുഴുവൻ ആ രക്തത്തിൽ മുങ്ങി അല്ലെങ്കിൽ കുളിച്ചു, അവൻ്റെ വസ്ത്രം രക്താംബരമായി തീർന്നു. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുമന്ന ഇത് ശോശപ്പായും അതിൽ വെള്ളക്കുരിശും വെച്ചിരിക്കും. ആച്ചാ, ഈ ദേവാലയത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ഉണ്ടോ? അതുപോലെ ഇനി നമ്മുടെ ഈ മാറാനായ പെരുന്നാളുകളും ദേവാലയത്തിൻ്റെ പെരുന്നാളുകളിലൊക്കെ പ്രദക്ഷിണ ഇറങ്ങുന്നത് ഇങ്ങനെയൊക്കെ വടക്കേ വാതിൽ കൂടെ ഇറങ്ങി അങ്ങനെ ആ ഒരു ഡയറക്ഷൻ, ആ ഒരു ഡയറക്ഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയും? മദ്ബഹായിലേക്ക് എപ്പോഴും പ്രവേശിക്കുമ്പോൾ മദ്ബഹായുടെ തെക്ക് വശത്തൂടെ പ്രവേശിച്ച് വടക്ക് വശത്തൂടെ ഇറങ്ങിയാണ്. എന്ന് പറഞ്ഞാൽ തെക്ക് വശം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലമാണ്. എപ്പോഴും തെക്ക് വശത്തൂടെ മദ്ബഹായി പ്രവേശിച്ച് മദ്ബഹായുടെ വാതിലുകൾ മുത്തി അകത്ത് പ്രവേശിക്കുന്നു. ഇറങ്ങി വരുന്നത് എപ്പോഴും വടക്ക് വശത്തൂടെ. എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പം മനുഷ്യൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസാണ്. അതുപോലെ ക്ലോക്കിൻ്റേത് ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇത്. അതിന് നേരെ വിപരീതമാണ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്.
അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. അതായത് നിങ്ങൾ ഈ ഓടാനുള്ള ട്രാക്ക് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. മനുഷ്യൻ്റെ ഹൃദയം ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് മനുഷ്യർക്ക് തിരിയാൻ, എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ് തിരിയാൻ. അതുകൊണ്ടാണ് ട്രാക്ക് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഇതുണ്ട്, ഒരു ജീവശാസ്ത്രപരമായിട്ട് അർത്ഥമുള്ള. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ്, സമയത്തിൻ്റെ ക്ലോക്ക് വൈസ്. അപ്പം മനുഷ്യൻ്റെ ചലനവും സമയത്തിൻ്റെ ചലനവും കൂടെ വരുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും 2 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ്, 1 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മുടെ പ്രദക്ഷിണം നടക്കുന്നത്. അപ്പം മദ്ബഹായിൽ പ്രവേശിക്കുമ്പോൾ മദ്ബഹായുടെ തെക്ക് വശത്തൂടെ പ്രവേശിച്ച് വടക്ക് വശത്തൂടെ ഇറങ്ങുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മനുഷ്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ്. ദേവാലയത്തിൻ്റെ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് നമ്മളെപ്പോഴും പ്രധാന കവാടത്തിൽ കൂടെ പ്രദക്ഷിണം ഇറങ്ങുന്നു, പ്രധാന കവാടത്തിൽ കൂടെ തിരിച്ചു കയറി വരും. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വേറെ ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കുരിശടിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു പള്ളിയിലോ പോയിട്ട് പ്രധാന കവാടത്തിൽ കൂടെ ഇറങ്ങി പ്രധാന കവാടത്തിൽ കൂടെ തിരിച്ചു കയറും. എന്നാൽ മാറാനായ പെരുന്നാളുകളിൽ വടക്കേ വാതിലുവഴി ഇറങ്ങി പടിഞ്ഞാറോട്ട് നീങ്ങി തെക്കേ വാതിലുവഴി കയറും. എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ്. സത്യത്തിൽ അത് 2 പ്രാവശ്യം ദേവാലയത്തിന് ആൻറ്റി ക്ലോക്ക് വൈസും 1 പ്രാവശ്യം ക്ലോക്ക് വൈസും ചുറ്റി തെക്കേ വാതിലൂടെ പ്രവേശിക്കുന്നു. അതാണ് ശരിക്കുള്ള ഇത്. പക്ഷേ നമ്മളിപ്പം 1 പ്രാവശ്യമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് മനുഷ്യൻ്റെ മൂവ്മെൻ്റായിട്ട് വരും. ഇനി ഇതിന് വിപരീതമായിട്ട് ദുഃഖവെള്ളിയാഴ്ചയിൽ നമ്മൾ ക്ലോക്ക് വൈസ് തെക്കേ വാതിലൂടെ ഇറങ്ങി വടക്കേ വാതിലൂടെ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുന്നതിന് ഒരർത്ഥമുള്ളത്, ഈ കോസ്മോസിൻ്റെ ഓർഡർ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഓർഡർ മനുഷ്യൻ്റെ ചലനവും സമയത്തിൻ്റെ ചലനവും. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് കോസ്മിക് ഡിസോർഡർ ഉണ്ടായി, പ്രപഞ്ചത്തിന് അവ്യവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് നട്ടുച്ച നേരത്തെ 3 മണിക്കൂർ നേരം അന്ധകാരമുണ്ടായി, ഭൂകമ്പമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് രാത്രി ഉണ്ടായി. അന്ധകാരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് രാത്രി 3 മണിക്കൂർ നേരം അന്ധകാരം, ഇരുട്ടുണ്ടായി. ദേവാലയത്തിൻ്റെ വാതിൽമറ കയറി, അതുപോലെ ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, പരേതര് പുറത്തു വന്ന് കാണപ്പെട്ടു. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഡിസോർഡർ ഉണ്ടായി, കോസ്മിക് ഡിസോർഡർ. ആ കോസ്മിക് ഡിസോർഡറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സാധാരണ ഇറങ്ങുന്നതിന് പകരം വിപരീതമായിട്ട് തെക്കേ വാതിൽ വഴി ഇറങ്ങി വടക്കേ വാതിൽ വഴി പ്രവേശിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മുടെ പ്രദക്ഷിണങ്ങൾ ഇറങ്ങുന്നത്. ദുഃഖവെള്ളിയാഴ്ച മാത്രം ക്ലോക്ക് വൈസ്. അതുപോലെ ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ പ്രവേശിക്കുന്ന എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ്, തെക്ക് വശത്തൂടെ കയറി വടക്ക് വശത്തൂടെ ഇറങ്ങുന്നു. ഇനിയും ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളുകളുടെ, അതായത് മാറാനായ പെരുന്നാളുകളല്ലാതെ, കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പെരുന്നാളല്ലാതെ പള്ളിപ്പെരുന്നാൾ, പള്ളിയുടെ വിശുദ്ധൻ്റെ പെരുന്നാൾ എപ്പോഴും പ്രധാന കവാടത്തിൽ കൂടെ പ്രവേശിക്കുന്നു, പ്രധാന കവാടത്തിൽ കൂടെ നമ്മൾ അകത്ത് പ്രവേശിക്കും. മലങ്കര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഇവിടെ ആയിരുന്നത് പ്രിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ഇടത്തിൽ അച്ഛനാണ്. അച്ഛനെ ഏറെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു. നന്ദി.